അങ്ങനെ ഞാൻ മാറ്റി നിന്നതാ. പുറത്താണെങ്കിൽ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. വേർത്ത് കുളിച്ച് സൈഡായി അതിൻ്റെ ഇല ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇതാ എൻ്റെ പൂളുകൾ കാണുന്നില്ലേ, ഭയങ്കര സ്പീഡല്ലേ നോക്കിയേ. കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടാ. പൊളന്നത് മാത്രമേ പൂളുന്നുള്ളൂ, ഭയങ്കര പൊളന്നതും പൂളാൻ ഭയങ്കര പണിയാണ്. കാരണം അങ്ങനെ വെയിലും കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് മഴക്കാറ്, ഇടയ്ക്കിടയ്ക്ക് ചൂട്. അങ്ങനെ ചിരട്ടാടെ സഞ്ചരി ചാക്കിലിട ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ ഞാൻ എന്തെങ്കിലും മെല്ലെ മെല്ലെ സംസാരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഉമ്മ അടുത്തുണ്ടായി, ഉമ്മാനോട് ഇങ്ങനെ സംസാരിക്കില്ല. കൊപ്പര കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇപ്പം തേങ്ങയൊന്നും ഇല്ലല്ലോ. തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ടായാലല്ലോ നമുക്ക് കൊപ്പരയാക്കാൻ കഴിയും. കൊപ്പരയൊക്കെ എനിക്ക് ഭയങ്കര വിലയാണ്, സ്വർണ്ണത്തിനെക്കാട്ടിയും വില കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. കൊപ്പരക്കും വിലയുണ്ട്, വെളിച്ചെണ്ണക്കും വിലയുണ്ട്, ഒരു രക്ഷയില്ല. കാരണം തേങ്ങ ഇല്ലല്ലോ ഇപ്പോൾ. തേങ്ങ ഉണ്ടായാലും നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വില കുറയും. അപ്പോൾ നമുക്ക് അത്ര ഇപ്പോൾ പ്രാവശ്യം തേങ്ങ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാക്കിയതാണ്. ഭയങ്കര ചൂടാട്ടോ. ഇത് കയ്യിൽ ഇങ്ങനെ സ്ലിപ്പാലോ. അങ്ങനെ കുറച്ച് സ്പീഡുണ്ട്, പോകാനുണ്ട് വേറെ. അങ്ങനെ എന്നെ പിടിച്ചാടി ഇട്ടതാണ്. എന്താ ആ പൊറുക്കിടുന്നുള്ള ഞാൻ കൂടതാണ്. അതിന് നോക്കുമ്പോൾ പൊളന്നിട്ടില്ല. വേറെ എടുത്ത് നോക്കി, അത് പൊളന്നില്ല. അതിങ്ങനെ പൂണ്ടുകൊണ്ടേ ഇരിക്കില്ല. ചിലത് അടിയിൽ നിന്ന് ഇളകിയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയ തേങ്ങ ലൈവിൽ ബാക്കിയുണ്ട്, അതിൽ ചിരണ്ടി എടുക്കണം. അത് പൊളന്നിട്ടില്ല. പകുതി ഭാഗവും പൊളക്കാത്ത സാധനം. അപ്പോൾ അങ്ങനെ അസീമ് പൊളന്നിട്ട് എനിക്ക് വെച്ചാട്ടുന്നുണ്ട്. അസീമിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ പൊളന്നിട്ട് വെക്കുക. അസീമ് ഏകദേശം ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്നാറ്റം പൊളന്നിട്ട് തരും. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആക്കി വെച്ചിട്ട് പയ്യെന്താക്കി ബാക്കി നാളെ ആക്കാന്നെല്ലാം പറഞ്ഞ് ഞാൻ നേരത്തെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിടുന്നില്ല. കുറച്ചും കൂടി ആക്കുന്നിട്ട് പിടിച്ചാടെ നിർത്തിച്ചിട്ടുള്ളത്. കയ്യെങ്കിൽ വേനെടുക്കുന്നു. ഇത് കുറേ കാലമില്ല പൂളാത്ത കൈക്ക് പൊക്കള കെട്ടിയ പോലെയെല്ലാം തോന്നുന്നുണ്ട്. ഇതാണ് ചിരട്ട ഏകദേശം പകുതി ആയിട്ടുണ്ടാവും. ടേബിൾ മേലുള്ള സാധനമൊന്നും നോക്കണ്ട, അത് ചെമ്പും പാത്രമെല്ലാം അടിയുണ്ടാവും. അവിടെ ഞാൻ അങ്ങനെ മുകളിലിട്ടത്, എനിക്ക് നിലത്തിരിക്കാൻ കഴിയില്ല, നിലത്ത് പൊട്ടിയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ടേബിൾ മേലിട്ട് സിമ്പിളായിട്ട് വേഗം എടുത്ത് നോക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ പിള്ളേരെല്ലാം അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിള്ളേർ എവിടെ പോയിട്ടില്ല. പിള്ളേർ ഇങ്ങനത്തെ കാര്യം കണ്ടാൽ അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല. അജ്വറും എടുത്തിരുന്നുണ്ട്, രണ്ടാളും ഉണ്ട് എടുത്തിരുന്നു. പൂണ്ട് ഞാൻ പറഞ്ഞ് ഇനി ബാക്കി നാളെ പൂളപ്പ, ഇനിയിപ്പോൾ ഒന്നും ആവില്ല. എന്നിട്ട് പോകാൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പറഞ്ഞ് പൂളാണ്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ചായിട്ട് പൂണ്ട് ചിരട്ട ഇങ്ങനെ സഞ്ചിയിലിടുന്നു. 100 ചിരട്ടയൊക്കെ അന്ന് 60 റുപ്യ 50 റുപ്യ അങ്ങനെയായിട്ട് ബേക്കറിക്കാർ വന്നത്. പക്ഷെ ബേക്കറിക്ക് കൊടുക്കാനൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ചിരട്ടയും കുറവല്ലേ, അതുകൊണ്ട് നമ്മൾ തന്നെ കത്തിക്കലാണ് അത്യാവശ്യം. വെക്കാനൊന്നും ഉണ്ടായില്ല. ചേരി ഇഷ്ടം പോലെ ഉണ്ട്. ആ ചേരി ആയിരിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ വയലിൽ നമ്പറുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ചേരി വേണമെങ്കിൽ എത്തിച്ചേരാം, അതൊന്നും കുഴപ്പമില്ല. ചേരി ഇഷ്ടം പോലെ ഉണ്ട്. ചിരട്ടക്കാണ് ബുദ്ധിമുട്ട്. ചിരട്ടയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ല. തേങ്ങ കുറവായതുകൊണ്ട് ഒപ്പരിയാക്ക് കുറവ് തന്നെ, തേങ്ങ വിൽക്കലാന്ന് അധികം. അപ്പോൾ അങ്ങനെ പൂണ്ട് ചിരട്ട സഞ്ചിയിലിടുന്നു. നമ്മുടെ ഹെൽപ്പർ പൊളന്നത് നോക്കിയിട്ട് എടുത്തായിരുന്നു. ഏകദേശം ആയി വരുന്നുണ്ട്. ഏകദേശം കാഭാഗം ആയിട്ടുണ്ടാവും, ഇനിയുണ്ട് 3/4 ഭാഗം ബാക്കി. ആകുന്നില്ലപ്പ. ഇത് പൊളന്നത് തന്നെ കിട്ടുന്നില്ല, റിസ്ക്കാണ്. അങ്ങനെ
ഉമ്മി എടുത്തിരുന്നുണ്ട് കേട്ടോ പൊളന്നിനെന്നുള്ളത് നോക്കിയിട്ട് ആ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തിരുന്നു തോന്നുന്നു. ടീച്ചേഴ്സ് അങ്ങനെ എടുത്തു തന്നിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉമ്മി എടുത്തിരുന്നുണ്ട്. ഇത് പോളന്താ അത് പോളന്താന്ന് പറഞ്ഞിട്ട് വെറുതെ അത് ഇതെല്ലാം തരുന്നുണ്ട്. വയ്യ ലാസ്റ്റ് ആ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ കേട്ടോ, അത് നിങ്ങൾ കണ്ടോ. ഇന്ന് ഉണ്ടായി അത്യാവശ്യം ചൂടുണ്ടായിന്. ഇനി 3-4 ദിവസം വെക്കേണ്ടി വരും വെയിലത്ത്. കൊപ്പരയാകുമ്പോൾ നല്ലോണം ചൂടാണ്, എന്നാലാണ് അവരെടുക്കൂ. ഉണങ്ങിയിട്ടില്ലെങ്കിൽ അവർ തിരിച്ചയക്കും, അല്ലെങ്കിൽ 2 കിലോനായിട്ടും കുറക്കും. അങ്ങനെ ഉണ്ടായില്ല പൊതുവെ. അതുകൊണ്ട് നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ 2 കിലോ കുറക്കാനും നിൽക്കില്ല, നമുക്ക് വലിയ നഷ്ടം വരില്ല. അവിടെ നല്ലോണം അടങ്ങിയിട്ടൊക്കെ കൊടുക്കും. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് തിരിയും എന്തുണ്ട് കൂടുന്നത്. ഭയങ്കര റിസ്ക് പണ്ട് കാലത്തല്ലോ ഇഷ്ടം പോലെ കൂടുതലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പലമല ഇരുന്നിട്ട് ഇങ്ങനെ പൂണ്ടിടും. പക്ഷെ ഇപ്പോൾ ഒന്നും ആകുന്നില്ല. ഇപ്പോൾ ഭയങ്കര പൊളക്കുന്നില്ല, ഓരോ ദിവസം കൊണ്ടൊന്നും പൊളക്കുന്നില്ല. പണ്ടുള്ള ഓരോ ദിവസം കൊണ്ട് തന്നെ പൊളന്ന് ചേർത്ത നേരത്തെ അടിച്ചാൽ തന്നെ കൊപ്പര വീണിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ആവില്ല. ഇപ്പം ചേട്ട നേരത്തെ അടിച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് പൊട്ടുന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചേട്ട ഇങ്ങനെ സഞ്ചിയിലിടുന്നുണ്ട്, കൊപ്പര ആകുന്നുണ്ടെന്നാണ് ഡൗട്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആയിക്കോണ്ടിരിക്കലോ. പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് ചെടിലോ പോകുന്നുണ്ട് കേട്ടോ. 2 വീഡിയോ എടുക്കാനാക്കിയിട്ട് അവർ 2 അടിയാണ്. നാലെടുക്കാം നീ എടുത്ത് എന്നൊക്കെ മൊത്തം ഫുൾ അടിയാണ്. അപ്പോൾ ഞാൻ 2 ടൈം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ടൈം വരെ അവർ 2 അപ്പുറം മാറി അടിക്കുക ചെയ്യാം. അങ്ങനെ 2 വീഡിയോ എടുക്കലാണ്. അങ്ങനെ കൊപ്പര ഏകദേശം പൂണ്ട് അരഭാഗമായി, ഇനിയുണ്ട് അരഭാഗം. ഏകദേശം തീരാനായിട്ടാ. അങ്ങനെ പൊളന്നത് നോക്കി എടുക്കുന്നുണ്ട്. വല്ലതും എന്തെങ്കിലും നടക്കുമെന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒന്ന് പൂണ്ട പോലെ കാണണ്ടേ, എന്നാലേ ഇവർക്കൊരു സമാധാനം ഉണ്ടോ. അല്ലെങ്കിൽ ഞാൻ പറയൂലേ ഇവർ ഞാൻ പൂണ്ടിട്ടില്ലാന്ന് പറയൂലേ. ഞാൻ പറഞ്ഞിട്ടല്ല കൊത്തീനി. ഇത് നമുക്ക് പണിയാവും. കൊപ്പ കൊത്തിയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിലും പൂണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പണിയാവും. അപ്പോൾ ഉമ്മി എടുത്തിരുന്നുണ്ട്. ഉമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്ന് ആ പൂളിന്ന് ആ പെട്ടെന്ന് ആകാൻ വേണ്ടിയാണ്. എനിക്ക് ആരും പോകാണ്ട് നട്ടില്ലേ, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിരുന്നു ഞാൻ. അതുകൊണ്ട് ഏകദേശം തീരുന്നു, അല്ലെങ്കിൽ എന്താ തീരുകയും ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാവാകം വെച്ചിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വിടുവെന്നറിയില്ല, നോക്കണം. അല്ലെങ്കിൽ ഒച്ചപ്പാടായിരിക്കും പൂളാണ്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ പൂണ്ട് ഏകദേശം തീരാനായി. വേർത്ത് ഒഴിച്ചിട്ടാ, നല്ല ചൂടാണ്. ഇപ്പം കുളിച്ചിട്ടേ ഉള്ളൂ. കുളിച്ച് മാറ്റി ആടി ഇരിക്കുമ്പോൾ പറഞ്ഞത് കൊപ്പര പോളണം. ഇത് വേണ്ടാന്ന് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ആദ്യം കുളിക്കേണ്ട അവസ്ഥ വന്ന് അങ്ങനെ പൂണ്ടിട്ട് രണ്ടാമതും പോയി കുളിക്കുകയായിരുന്നു. കാരണം അത്രക്ക് വേർപ്പാവും. ഒന്ന് പൂളുമ്പം തന്നെ കുളിക്കും, പിന്നെ കുളിച്ചുകൊണ്ട് പിന്നെ തിരിയൂല ചൂടുണ്ടോ ഇല്ലയെന്ന്. അത്രക്ക് ചൂടാ. അപ്പം അങ്ങനെ ആരെല്ലാം അവിടെ വരുന്നുണ്ട് പോകുന്നുണ്ട്. യോഗ്യം പറയുന്നുണ്ട് പോകുന്നുണ്ട്. അതിനും ആയില്ല എന്നല്ല ചോദിക്കുന്നു. അത് തുടങ്ങിയിട്ട് ആകെ ഒരു